ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ മറയൂർ മൂന്നാർ പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ വ്ളോഗ് നമ്മൾ 2 പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അത് വീഡിയോയിലോട്ട് പോകും. നമ്മളൊന്ന് കേക്ക് മുറിക്കാൻ പോകണം. പ്രസിഡന്റ് കിച്ചു വിജയാണ് കേക്ക് മുറിക്കാൻ പോകുന്നത്. കൈയിട് നിങ്ങള് അതിന് സന്തോഷിക്കാൻ സബ്സ്ക്രൈബ് താങ്ക്സ് പറ താങ്ക് യു ഓൾ. നമ്മുടെ ശ്രീ അലൻരാജിന് കമ്പനിക്കും നമ്മുടെ എൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ക്ലബിൻ്റെ പേരിലും നന്ദി അറിയിച്ചുള്ളൂ. താങ്ക്സ്. വന്നിട്ടുണ്ട്. എത്ര നാളെ അവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ കട്ടൻ ചായ എന്നാ പറഞ്ഞേ, ഞാനത് കുടിക്കത്തില്ല. നമ്മളങ്ങനെ മൂന്നാറ് പോകുന്ന നമ്മൾ മറയൂരെത്തി. ഇനി നമുക്ക് മറയൂരിൽ നമുക്ക് കുറെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് രാവിലെ അങ്ങോട്ട് പോയി സ്ഥലങ്ങൾ കാണാം കേട്ടോ. വാ, സ്ഥലങ്ങളെല്ലാം കാണിക്കാന്ന് പറയും. നമ്മൾ ഇന്ന് എവിടൊക്കെയാണ് നമ്മുടെ പ്ലാൻ? പറ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നമ്മള് അതത് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്കിന്ന് സ്പോട്ടുണ്ട്. വേണ്ട പറ. 5 സ്പോട്ടുണ്ട്. നമ്മളിന്ന് 5 സ്പോട്ടിൽ പോകും. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക്. നമ്മളെ മറയൂരോട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവാണ്. നമുക്ക് പോണ വഴിക്ക് ബാക്കി വിശേഷം. ഇതാണ് നമ്മൾ വന്ന വണ്ടി കണ്ടോ. നമ്മള് ഇന്നലെ രാത്രിയിലാണ് നമ്മൾ വന്നത്, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ വീഡിയോ പക്കായിട്ടിരിക്കും. അപ്പം മറയൂര് മൂന്നാറിലെ ബ്ലോഗ് കാണാൻ ആരും മിസ് ചെയ്യല്ലേ കേട്ടോ. ഫുള്ള് വീഡിയോ എല്ലാവരും കാണണം. അപ്പം നമുക്ക് ഇന്നത്തെ ട്രിപ്പ് തുടങ്ങാം. സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു മലയുടെ സൈഡിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. മലയൊക്കെ അങ്ങനെ കാടിന്റെ സൈഡിൽ കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഒരു കാട്ടുപന്നിയെ കണ്ടു. ഗോവിന്റെ കൂട്ടുകാരെ കണ്ടിരിക്കുന്നു. നമ്മൾ ഗോവിന്റെ കൂട്ടുകാരെ കണ്ടിരിക്കുക. നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ചിരിജി നമ്മളെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നതാണ് ചന്ദനക്കാട് കേട്ടോ. ചന്ദനക്കാട് അങ്ങനെ കാന്തല്ലൂര് പോകുന്ന വഴിക്ക് നമ്മളൊരു ആറാണോ അരുവിയാണോ നിർത്തില്ല, ഏതോ ഒരു സ്ഥലം നമ്മൾ കണ്ട്. നമ്മളവിടെ നിർത്തി ചന്ദനമരമൊക്കെ കണ്ട് കണ്ടോ കണ്ടോ ഗൈസ്. ഇവിടെ കുറെ പേര് ചന്ദനമരം കാണാൻ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ മറയൂർ ഗ്രാമങ്ങൾ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെത്തി. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്
ആ ഇവിടെ ഹോട്ടലുണ്ടോ? ഹോട്ടലുണ്ട്. സ്നേഹ നമ്മളങ്ങനെ ഹോട്ടലിൽ വന്നിട്ട് വാ എല്ലാവരും വാ. താഴെ പോണതാണ്. വെള്ളം തണുപ്പായിരിക്കും. സൂപ്പർ മനുഷ്യനാണോ? അങ്ങനെ ഒരു അരുവിയല്ലേ വെള്ളച്ചാട്ടം. തിരിച്ചു വരുമ്പോൾ ഇറങ്ങാനാണ് വേറെ വഴി കൂടി പോകുന്നത്. കണ്ടോ? നമ്മൾ ആ വഴിയിൽ നിന്ന് വെച്ച് കണ്ട വെള്ളച്ചാട്ടം. ഇവിടെ കുറെ കടകളുണ്ട് കണ്ടോ? ഇതിലോട്ട് പോകാം കേട്ടോ. അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ വന്നിരിക്കുന്നത് ഇരച്ചിൽപ്പാറ. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസിലാണ്. കുറവായിരിക്കും. നമ്മൾ റീൽസ് ഒക്കെ കണ്ടതുപോലെ നമുക്ക് ഒത്തിരി വെള്ളം സാധിക്കില്ല. എങ്കിൽ പോലും നമുക്ക് ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. ഒരു ആശ്വാസത്തിന് നമുക്ക് നിങ്ങളെ കാണിക്കാൻ നമുക്ക് പറ്റും ഈ വെള്ളച്ചാട്ടത്തിൽ. ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതിന്റെ പേരെന്ത്? ഇതാണ് ഇരച്ചിൽപ്പാറ. അപ്പൊ അതോ? അത് വേറെ ഏതൊരു വെള്ളച്ചാട്ടം. ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം കണ്ടോ? വെള്ളം വീഴുന്നുണ്ട്. ഇവിടെ കുറെ പേര് കുളിക്കുന്നുണ്ട്. ഗോപു ചെങ്ങന്നൂരിന്റെ ഫോട്ടോഷൂട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇതിന്റെ അടിയിൽ കൂടി വെള്ളം പോകാൻ വഴിയുണ്ട്. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതിസാഹസികമായ യാത്രയാ. വീഴുവാടാ. എന്താ വെള്ളം വീഴുമല്ലേ? നമ്മളാ കണ്ട വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് നമ്മൾ പോവാണ്. അവിടെ കാണുന്ന നമ്മുടെ ഇവിടെ ഭയങ്കര വെള്ളമാണ്. നിങ്ങൾ പെടലി വെട്ടിയ ഷാരിഖാനെ കാണാം. ഷാരിഖാൻ എടാ അവനെ പോടാ. ഇതാണ് കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ? അങ്ങനെയുണ്ട്. നമ്മുടെ ഈ ട്രിപ്പ് ഫുള്ള് കോർഡിനേറ്റ് കിച്ചു വീജി ആണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എങ്ങനെയുണ്ട് ബിച്ചുവരെ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? മല, കുന്ന്, വെള്ളച്ചാട്ടം.
നിൽക്കുന്നതാണ് ഏതോ ഒരു സ്ഥലം, അറിയാത്ത സ്ഥലം. മലയും ഒന്നും ഞങ്ങളോട് വന്നപ്പോൾ ഒരു സിംഹാലം കുരേനെ കണ്ടു കേട്ടോ. കുറേ മൃഗങ്ങളുള്ള കൂട്ടത്തിലായിരുന്നു ഇതിനെ കണ്ടത്. ഹായ് പറയും ഹായ്. അതാ നമ്മുടെ കൺവീനർ കം ഓൾ ഇൻ ഓൾ കിച്ചു വിജി ആ സ്ഥലം നോക്കിയിട്ട് വരുന്നുണ്ട് നമ്മൾ പോകാനുള്ള. കിച്ചു എങ്ങനെയാ എല്ലാം നടക്കുവോ? നിങ്ങൾ കിച്ചു വിജയുടെ ഓഫ് റോഡിങ്. കിച്ചു വിജി, ഓ എന്റെ മോനെ, ഇതാ നിങ്ങൾ ഇത് കാണുക ഗൈസ്. കിച്ചു പോടെ. ഓ ഗൈസ് പൊളിച്ച്. കിച്ചു വണ്ടി ഓടിക്കാൻ പഠിച്ച്. അടുത്ത് നാരങ്ങാവെള്ളം കുടിക്കാൻ നിന്നിട്ട് ചേച്ചി ആ നാരങ്ങാവെള്ളം അടിക്കുന്ന കേട്ടോ. ശരി നാരങ്ങാവെള്ളം മാറായോ. ഞങ്ങൾ ഭ്രമരെ ഷൂട്ട് ചെയ്താ ഒന്നും കാണാൻ പറ്റില്ല, പെട്ടെന്ന് കണ്ടു തീർക്കുക. ഓക്കെ അതെ എല്ലാരും മറ്റേ ഡാൻസ് ഗൈസ് നിങ്ങളിപ്പോ കാണാൻ പോകുന്ന ഗോകുവിന്റെ സ്റ്റെപ്പാണ്. ഗോകുവിന്റെ മാസ്റ്റർ പീസ് ഐറ്റം. അങ്ങനെ ഭ്രമരം വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ഇവിടാണ് ഭ്രമരം ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൺവീനർ കിച്ചു വിജി പറഞ്ഞത്. ഐസ് ഇവിടെ ഒരു കൊച്ചട നിപ്പുണ്ട്. നമ്മളെ വഴിയിലോട്ട് കയറ്റി ഇവിടെ അകത്തോട്ട്. ടിക്കറ്റ് എടുക്കണോ വേണ്ടതെന്ന് അറിയത്തില്ല, എന്തായാലും പോയി നോക്കാം. നമ്മളെ നയിക്കുന്നത് ഗോപു ചെങ്ങന്നൂരാണ്. ഗോപു ചെങ്ങന്നൂർ ആണ്. ഐസ് ഒരാൾക്ക് 20 രൂപയാണ്. കാശുള്ളവൻ. ഇവിടെ ഒരുപാട് ഉണ്ടോ സ്ഥലം, ട്രക്കിംഗ് ഉണ്ട്. അതിന് മേലെ കയറാം കണ്ടോ. നമ്മളതിന് പൊളിക്ക് വന്ന് അങ്ങോട്ട് പോവാണ്. ചേട്ടാ നടക്ക. ഇവിടെ കുറെ പേരുണ്ട് നമ്മളെ കൂട്ട് ഇത് കാണാൻ വന്നോ. നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കയറാൻ പൈസ ഒന്നും ഇല്ല. ചേട്ടാ ഞാൻ പറഞ്ഞല്ലേ കഴിക്കണ്ടെന്ന്. ഐസ് കണ്ടോ, നമ്മൾ ഇവിടുത്തെ വ്യൂ പോയിന്റ് കാണാൻ. ഇവിടെ ഒരു മലയുണ്ട്, ഒരു വെള്ളച്ചാട്ടമുണ്ട്, ജീപ്പൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ കണ്ടോ.
മമ്മൂക്കാക്കി ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. എല്ലാരും പറയുന്ന ട്രിപ്പിന് നേതൃത്വം നയിച്ച് ഞാനെന്ന സ്ഥിതിക്ക് ഇത് എല്ലാരും എനിക്ക് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും അത് കാണിച്ചു. ഓ ഇവിടുന്ന് കാണുമ്പോ തന്നെ കണ്ണുകൾ മഞ്ഞൾ. ഇതാണ് ഭ്രമര വ്യൂ പോയിന്റ്. കണ്ടോ കണ്ടോ, ഇതാണ് ഏറ്റവും വലിയ വൃത്തിയായിട്ട് വ്യൂ പോയിന്റ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ചുറ്റിന് ഇങ്ങനെ കാണാം. കണ്ടോ, മഞ്ഞ്, വീട്, കണ്ടോ നമ്മുടെ ആ സ്ഥലങ്ങളെല്ലാം. കണ്ടോ, ഫോട്ടോഷൂട്ടാണ്. കണ്ടോ, ഗോപിച്ചങ്ങനൂരിന്റെ ഫോട്ടോഷൂട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ വെള്ളച്ചാട്ടം കണ്ടോ, കണ്ടോ താഴെ. കാണിക്കടാ ഷാറുഖ് ഖാൻ കാണിക്കും. ഓ അതല്ലേ ശരിക്കുള്ള ഷാറുഖ് ഖാൻ. ഷാരുഖ് ഖാൻ, ഒരു വീഡിയോ കണ്ട ഷാരുഖ് ഖാൻ തേരെ നമുക്കാക്കി. നമ്മളെങ്ങനെ ഈ വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. വന്നിരിക്കുന്ന ആനക്കൊട്ടപ്പാറ കാണാനായിട്ടാണ്. 10 രൂപയാണ് എൻട്രൻസ് ഫീ. നമുക്ക് എന്തായാലും പോയി നോക്കാം എന്തോ സംഭവം. അതൊരു പാറയാ, അത് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് എന്തോ ആനക്കൊട്ടപ്പാറ അല്ലേ? നമുക്കെന്തെങ്കിലും കണ്ടിട്ടില്ല, കൊച്ചു പറഞ്ഞല്ലോ പോയി കണ്ടിട്ട്. നമുക്കങ്ങനെ ആനക്കൊട്ടപ്പാറ കാണാൻ നമ്മൾ പോവുകയാണ്. ഇതാണ് ആനക്കൊട്ടപ്പാറ. എടാ നമ്മൾ പോയത് അപ്പുറത്തെ അതുവഴിയാ പോയി. ഞാൻ ഈ കുരിശ് ഞാൻ കണ്ടതാ. ഇതാണ് പാറ. ഇതേതോ പാറ ആരണ്ട് അടി വെച്ച്. ഇതെന്ത് സംഭവം? ഇതെന്തോ ഇവിടുന്ന് ഇതിനകത്താണ് പണ്ട് ആദിവാസി തൂറിയത്. നമുക്ക് ഒരു കുരിശ് കാണാം. കണ്ടോ 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 കണ്ടോ. ഇവിടുന്ന് കുരിശ് കണ്ടോ. കുരിശ് വിത്ത് കുരിശ് കണ്ടോ. ഇതാണ് വ്യൂ പോയിന്റ്. ഇതാണ് വ്യൂ പോയിന്റ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. വാ ഗൈസ്, നമ്മളങ്ങനെ ആനക്കൊട്ടപ്പാറ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങാണ്. നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴി ചേച്ചിയുടെ പേരെന്തുവായിരുന്നു? അങ്ങനെ എന്താടാന്ന് ചോദിക്കും. അപ്പൊ പറയും അല്ല ഇൻസ്റ്റയിലൊന്ന് നോക്കാൻ. ഗൈസ്, നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി. എന്താണ് ഈ ഹായ് പറഞ്ഞ? ഗൈസ്, ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്, കാന്തല്ലൂരുള്ള. ഈ കടയുടെ പേരെന്തുവാ? അലൻ ബ്ലോഗ്സ് എന്ന് ചേച്ചി ഇവിടെ വന്ന് അലൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫ് ഉണ്ട്. ബിസ്ക്കറ്റ് കോഫി കിട്ടും. നമ്മള് ഫ്രൈഡ് റൈസ് മേടിക്കണം.
രണ്ടാമത്തെ ദിവസമാണ് നമ്മളിനി ഇന്ന് പോകാൻ പോകുന്നത്. പോം നമ്മളെ മൂന്നാർ എവിടേക്കാണ് നമ്മൾ പോകുന്നത്? പറ പറ. ഇതാണ് നമ്മൾ താമസിച്ചത്. വേറെ റൂം, ഒരു മേളിലൊരു റൂമുണ്ട് കേട്ടോ, അവിടെ നമ്മൾ താമസിച്ചത്. ഇത് നമുക്ക് താഴെ ചെന്നിട്ട് വണ്ടി എടുത്തോണ്ട് ഇനി ഓഫ് ടു മൂന്നാർ. എല്ലാവരും പോം പോം പോ ബാ ബാ പോം ബാ. നമ്മളെ വണ്ടികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്തിട്ട് പോകും. വാ പോ വാ.